പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെൻ ടു വേണ്ടേ? പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഞങ്ങൾക്കും 2 ആൺകുട്ടികളാണ്. അപ്പം പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത്. ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും? അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ. അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട. ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ലേ. അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കുക. ഞാൻ ഒരു പെൺകുട്ടിയല്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ. കേവലം വ്യാജ ആരോപണങ്ങൾ മാത്രമല്ല, പെൺകുട്ടിയും രാഹുലുമായി സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം, അതായത് ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത് വെച്ച് തെളിവുകളാണ് ഇതിനകത്ത് ആദ്യം പുറത്തു വരുന്നത്. എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇപ്പോഴും തള്ളി പറയാൻ കഴിയുന്നത്? അല്ല, പെൺകുട്ടിനെ ഒരിക്കലും തള്ളി പറയുകയല്ല. വ്യാജ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ തള്ളി പറയുകയാണ്. അല്ല, ആ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തെളിവ് സഹിതം രാഹുൽചേട്ടന്റെ പോസ്റ്റിൽ തന്നെ ഉണ്ട്. വീഡിയോസിലെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ ഇടപെട്ട് ആ പെൺകുട്ടിയെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്ന നിലയിലേക്ക് ഒരു അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയുക? കൃത്യമായ എവിഡൻസ് മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ എവിഡൻസ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളവാണെന്നുള്ളത് രാഹുൽചേട്ടൻ തന്നെ പറയുന്നില്ലേ പോസ്റ്റില്? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പറയുന്നില്ല. അത് രാഹുൽചേട്ടനാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാണ്ട് രാഹുൽചേട്ടന്റെ പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യമേ പറയാനുള്ളൂ. പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്, നീതി കിട്ടണം. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പൊങ്ങുന്നില്ല? നാളെ ആർക്ക് ഇതെതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാലോ, അന്നും സംസാരിക്കും. ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെൻ ടു വേണ്ടേ? പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അപ്പം അത്രേ ഉള്ളൂ. എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും താങ്കളൊരു സ്ത്രീ ആയിട്ട് കൂടി താങ്കൾ പുരുഷന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ സ്ത്രീയുടെ അല്ല, അങ്ങനെയല്ല. അത് തെറ്റാണ് പറയുന്നത്. ഞാൻ സത്യം ആരുടെ ഒപ്പമാണോ അവരോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം ആരാണോ ഇവിടെ സത്യത്തിൽ ഞാൻ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ്. കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ കളവുമൊക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിലുള്ള സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ നമ്മൾ വിചാരിക്കാം അടുത്ത അതുപോലത്തെ കേസ് വന്നു എന്നൊരു രീതിയിൽ അത് കാണും. അതിന് സഹായം കിട്ടാതെയാവും. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ ഒരു സ്വരം ആവശ്യമാണ്. പക്ഷെ മറ്റ് നേരത്തെ വന്നിട്ടുള്ള ആരോപണങ്ങൾ പോലെ ഇത് കേവലം ഒരു ഓറൽ ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമല്ല. ഇതിൽ പരാതി പോലും വരുന്നതിന് മുൻപ് വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് നമുക്കതൊരു ആരോപണം മാത്രമായി കാണാൻ കഴിയും? അല്ല, അത് തെളിവുകള് പുറത്ത് വന്നിട്ട് പിന്നെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ? ഇല്ലല്ലോ. എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ്? അത് നിങ്ങളുടെ ആദ്യം തെറ്റല്ല. നമ്മുടെ സമൂഹം ഇസ് വയേർഡ് ആ രീതിയിൽ. അതായത് സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ്. സ്ത്രീ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക. അത് ശരിയാണ്. പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ്. ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവര് മനുഷ്യരല്ലേ. അതിനെ നമ്മൾ അതെന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ട് കൂടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം. അത് പുരുഷന്മാരാണ് അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ളത്. പുരുഷന്മാരാണെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക. അത്രയേ ഉള്ളൂ. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ ദീപയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സത്യത്തോടൊപ്പമാണ്. സത്യം പുറത്തു വരട്ടെ. അത്രയേ ഉള്ളൂ.